സത്യയുടെ അച്ഛൻ ആരാണെന്ന ചോദ്യം ഞങ്ങൾ ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ്. ഇതുവരെ ശരിയായ ഉത്തരം തരാൻ നിനക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതിപ്പോ സത്യയുടെ സ്കൂളിൽ സത്യയുടെ അച്ഛൻ വന്നു. ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങളത് കാണുകയും ചെയ്തു. റെസ്റ്റോറന്റിൽ വന്നു എന്ന് നിന്റെ മകള് തന്നെ പറഞ്ഞു. അല്ല, നിനക്കിപ്പോ ഒരു ജീവിതമായി, പക്ഷെ ജീവിതം ഇല്ലാതായത് എന്റെ മകന്. ഇരു കൂട്ടർക്കും ദോഷകരമല്ലാത്തൊരു കാര്യം ദേ വക്കീല് പറയും. അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിച്ച് വർഷങ്ങളായി ഒരിടത്തും എത്താതെ നിൽക്കുന്ന നിങ്ങളുടെ ഈ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ടാക്ക്. ശാലിനി, ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഇനിയൊരു ചർച്ച ഇതിലുണ്ടാകാത്ത രീതിയിൽ ഇവിടെ പറഞ്ഞു തീർക്കണം. വക്കീലേ, കാര്യങ്ങൾ പറ. മാഡം, ഇവർ പറയുന്നത് മാഡത്തിനൊരു ജീവിതമായി, അതുപോലെ വിഷ്ണുവിനും ഒരു ജീവിതമാവണം. രണ്ടുപേർക്കും സമ്മതമാണെന്ന രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സിന് നമുക്ക് ശ്രമിക്കാം. രണ്ടുപേരും ഒപ്പിട്ട ഒരു ഒറ്റ മാസം കൊണ്ട് ഡിവോഴ്സ് കിട്ടും. സമ്മതമാണെങ്കിൽ ഈ പേപ്പറിൽ നിന്ന് ഒപ്പിടണം. ശാലിനി, വാങ്ങി ഒപ്പിട. പ്ലീസ് മാഡം. വിഷ്ണുട്ടന്റെ ഒപ്പ് അവനൊപ്പിട്ടോളും. ആദ്യം നീ ഒപ്പിട്. വിഷ്ണുവേട്ടനൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ, ഞാനായിട്ടെന്തിനാ അതിനെതിരെ നിൽക്കുന്നത്? എനിക്കൊരു ജീവിതം കിട്ടിയെന്നുള്ള സമാധാനത്തിലാണോ ഇത്ര ലാഘവത്തോടെ നിൽക്കുന്നത്? നീ ഒപ്പിട്, എന്നിട്ട് സംസാരിക്കാം. ശാലിനി, അമ്പലമുറ്റമായതുകൊണ്ട് ഇത് ഇവിടെ പറത്ത് ഞാൻ അശുദ്ധമാക്കുന്നില്ല. ഞാൻ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല. വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പിന്നെ സത്യയുടെ അച്ഛനായി സ്കൂളിൽ വന്ന ആളിനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതെങ്കിൽ അതാരാണെന്ന് ഇപ്പൊ ഞാൻ വെളിപ്പെടുത്താം. അത് ഈ ഞാൻ തന്നെയാ. നീയോ? അതെ, ഞാൻ തന്നെ. ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇവള് പറയുന്നത് മൊത്തം പച്ചക്കള്ളോ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സത്യം അതാണ്.
സത്യയുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൂടിയപ്പോ ഞാൻ സത്യയുടെ അച്ഛനായി വേഷം മാറി. റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആൺവേഷം മാറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ സാരി ഉടുത്തോണ്ട് വന്നത്. ഇതൊക്കെ എന്തിനാ? ആരെ കോമാളിയേക്കാനാ? ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങള്, മനസ്സിലായ? ഞങ്ങളും ചോറ് തന്നെ തിന്നണേ. കുറെ കഥയും കൊണ്ട് വരും. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നത് വിഷ്ണുട്ട്. ശാലിനി, അതെ, നീ ഇതൊക്കെ വല്ല സിനിമാക്കാരുടെ അടുത്തും പോയി പറ. അവരത് വലിയൊരു സിനിമയാക്കും, കേട്ടോടി. അല്ലാതെ ഞങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. തെളിവ് കാണിച്ചാലോ? ശരി, തെളിവ് കാണിക്കേ. സത്യയുടെ അച്ഛനായിട്ട് ആൺവേഷം കെട്ടിവന്നത് നീയാണ്, തെളിയിക്കേ. തെളിവ് കൊണ്ടുവാ, എന്നിട്ട് നീ സംസാരിച്ചാ മതി. കൊണ്ടുവാ. തെളിവുണ്ട്, തെളിവുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്ക് ശാലിനി. കണ്ട് നിർവൃതി അടയട്ടെ അമ്മയും മോനും. എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക സത്യാമ്മയും വിഷ്ണുട്ടനും. ഇനി ഈ തെളിവുകൾ മാത്രം ആകെയുള്ളൊരു പിടിവള്ളി. ഷാഹി പറയുന്നതിൽ വല്ല സത്യം ഉണ്ടാവോ? തെളിവ് കാണിക്കാന്നല്ലേ പറഞ്ഞേ? ഈ പറയുന്നതെല്ലാം സത്യമാണ് ദൈവമേ. എടാ, ഇനി ശാലിനിയെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് പോയി നോക്കാം. വാ വക്കീലേ. ഇതിനകത്തുണ്ടായിരുന്നതാണല്ലോ. ഞാൻ ബാഗിലാക്കി വണ്ടിയിൽ വെച്ചതുവാ. ഈശ്വര, പിന്നെ ഇതെവിടെ പോയി? രാമേട്ടാ. ആ മോളെ, എന്താ മോളെ? ഇതിനകത്തൊരു ബാഗ് ഉണ്ടായിരുന്നു, അതെവിടെ? അയ്യോ, ഞാൻ കണ്ടില്ല മോളെ. ശ്രദ്ധിക്കണ്ടേ രാമേട്ടാ? ഈശ്വര, അതാരോ വന്ന് എടുത്തോണ്ട് പോയി. ഈശ്വര, ഞാനിനി അവരോട് എന്താ പറയാ? ഈശ്വര, ഇതിനകത്ത് ബാഗില്ലല്ലോ മോളെ. ഇപ്പൊ പടവെട്ടെന്ന് പറഞ്ഞു പോയ ആളാണല്ലോ.
ഇതിപ്പോ ഇഞ്ചി തിന്ന കൊരങ്ങിനെ പോലെയാണല്ലോ നിൽപ്പ്. കഷ്ടം. എന്തൊക്കെ പുകിലായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ വല്ലാത്തൊരു ഭാവമായിരുന്നു അല്പം മുൻപ് വരെ ആ മുഖത്ത്. ഇതിപ്പോ ഇനി ഇവരെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ പെടാപ്പാട് പെടണം. ഇവക്കിപ്പൊ കഷ്ടകാലമാ. എവിടെ തെളിവ്? തെളിവ് എവിടെയെന്ന്? വിഷ്ണുട്ടാ, അത് കാറിൽ വെച്ചിരുന്ന ബാഗിലായിരുന്നു വീക്കെൻഡ് ഡ്രസ്സും ഒക്കെ. അതിപ്പോ കാണുന്നില്ല. വിഷ്ണു, ഇവള് പഠിച്ച കള്ളിയാ. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതിരിക്കാൻ ഇവൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളാ ഇതൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ തെളിവ് കൊണ്ടുവരാന്നും പറഞ്ഞു പോയവള് കൈയും വീശിക്കൊണ്ട് വരുവോ? വീണ്ടും വീണ്ടും കള്ളങ്ങൾ എങ്ങനെ പറഞ്ഞ് എന്തിനാ ശാലിനി ഞങ്ങൾ എങ്ങനെ വഞ്ചിക്കുന്നേ? നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? പറ. സത്യയുടെ അച്ഛൻ ആരാന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തരാതെ ഒരാളും വിശ്വസിക്കാത്ത കുറെ കള്ളങ്ങൾ പറയുന്നു. എന്നിട്ട് വിശ്വസിക്കാനായിട്ട് തെളിവുകൾ തരാന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ പറയാതെ കാണാനില്ല എന്ന്. വിഷ്ണുട്ടൻ ഞാൻ പറയുന്നത് സത്യ. എന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ തന്നെയാ ആൺവേഷത്തിൽ സത്യയുടെ അച്ഛനായിട്ട് വന്നത്. ആൺവേഷത്തിൽ നീയോ? കൊള്ളാം, നല്ല കഥ. കേട്ടില്ലടാ, പുതിയ കഥ. നീ ഇതാരോടെ ഈ പറയുന്നേ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പോലും വിശ്വസിക്കില്ലല്ലോ. ശാലിനി മാഡം, മാഡം ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഒരു കളക്ടർക്ക് ചേർന്നതല്ല. നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിലും അതിനൊരു നേരുണ്ടാവണം. അത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നേര്. ആ നേര് സത്യമല്ലെങ്കിലും കോടതിയിലൊരു വിലയുണ്ടാവണം. പക്ഷേ അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നിടത്താണ് വിജയം. ഇവിടെ അതിൽ മാഡം അമ്പെ പരാജയപ്പെട്ടു. എന്റെ മകന് ഇനി നിന്നെ വേണ്ട. അവന്റെ മനസ്സെനിക്ക് കാണാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആ വക്കീല് തരുന്ന പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരണം. പ്രകാശേ, വേറെ പേപ്പറുകൾ കൊണ്ടുവരാൻ അറേഞ്ച് ചെയ്യണം. ശരി സത്യം. ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഒപ്പിട്ട് തരും. ഇല്ല, വിഷ്ണുട്ടനെ ഞാൻ ചതച്ചിട്ടില്ല, മനസ്സുകൊണ്ട് പോലും. മരണം വരെ ഞാൻ വിഷ്ണുട്ടന്റെ ഭാര്യയായിരിക്കും. എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എടി, ആ ഭർത്താവിന് നിന്നെ വേണ്ടെന്നാ പറയുന്നത്. വിഷ്ണുട്ട, ദയവേത് എന്നെ വിശ്വസിക്കരുത്. സത്യമോൾക്ക് വേണ്ടിയാ ഞാൻ. മാഡം, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത് എവിടെയും എത്തില്ല. മാഡത്തിന് വേറെ ജീവിതമുണ്ട്. ഇവർക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. അതിന് സമ്മതിക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ വിഷ്ണുവേട്ടനെ മാത്രമാ. പിന്നെ വിഷ്ണുട്ട, സംഭവിച്ചതൊക്കെ അത് വേറെ സാഹചര്യ. വിഷ്ണുട്ടി, എന്ത് സാഹചര്യമാടി നീ പറയുന്നേ? പറയടി, എന്ത് സാഹചര്യം നിനക്ക്? നീ വിവാഹം കഴിച്ചു. അയാൾ ആ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത്, റെസ്റ്റോറന്റിൽ വന്നത്, നിന്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു പിടിക്കാനാ നീ ഇല്ലാ കഥകളൊക്കെ പറയുന്നത്. ആൺവേഷം നീ ഉണ്ടാക്കിയ, നീ മെനഞ്ഞെടുത്ത നിന്റെ സാങ്കല്പിക കഥ മാത്രമാണ്. വിഷ്ണുട്ട, വാ,
പ്ലീസ്. ഡി ആ വിഷ്ണുട്ടാ, ഡി വിഷ്ണു, ഡാ. ഞാൻ എന്റെ വിഷ്ണുട്ടനെ ചതിച്ചിട്ടില്ല, ചതിക്കില്ല. ഈശ്വരനാണ് സത്യം. എടിക്കേ നീ അപ്പൊ വീണ്ടും പണി പറ്റിച്ചല്ലോ. സെന്റിയിൽ കയറി തന്നെ പിടിച്ചല്ലോ. ഇനിയിപ്പൊ കണ്ണീരായി കയ്യാങ്കളിയായി വീണ്ടും ഇവരുടെ പ്രണയം പൂത്തുലയുമല്ലോ. ആ സത്യാമ്മ ഉണ്ടല്ലോ, അവരുടെ നടുക്ക് കയറി വീണോളൂ. ഡി ഇതുകൊണ്ടൊന്നും തീരുന്നില്ലടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോടതിയില്ല. അവിടെ നിന്റെ ഈ മയക്കുവിദ്യകളൊന്നും ചെലവാകില്ല. സത്യം അത് നിന്നെ കൊണ്ട് അവര് പറയിച്ചോളെ. വാടാ വാടാ. അങ്ങനെ നായിക വീണ്ടും തനിച്ചായി. നായകനെ അമ്മ കൊണ്ടുപോവുകയും ചെയ്തു. ശാലിനിയുടെ ആൺവേഷമാണ് പ്രശ്നം. അതൊന്ന് തെളിയിക്കാൻ നോക്കിയപ്പോ ആരും അത് എടുത്തോണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ കുരുന്നിനോട് ഈ മഹാപരാധം ചെയ്തത് ആരാണാവും? സത്യയുടെ അച്ഛനായി സ്കൂളിൽ വന്ന ആളിനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതെങ്കിൽ അതാരാണെന്ന് ഇപ്പം ഞാൻ വെളിപ്പെടുത്താം. ഡി നീ ആരാടി? ഔവൈ ഷൺമുഖനോ? അതോ ദശാവതാരത്തിലെ കമൽഹാസനോ? സുസ്മിത നിന്റെ ഈ മാർഗംകളി ഇവിടെ അവസാനിപ്പിക്കുക. ഇനി ഇത് നീ തന്നെ നീയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ഈ തെളിവിന്റെ സ്ഥാനം ഈ കാറിനകത്തല്ല, വല്ല കുപ്പത്തൊട്ടയിലുവാ. എടി ശാലിനി, നീ വളരെ മിടിക്കുക, ബുദ്ധിമതിയാ.
പക്ഷെ ശത്രുപക്ഷത്ത് ഞാനായിപ്പോയി. അതുകൊണ്ട് നിന്റെ ബുദ്ധി മതി. ഇനി കളിക്കാൻ പോകുന്നത് എന്റെ അതിബുദ്ധിയാ. എന്റെ രാസായുധം തടുക്കാൻ ശേഷിയുണ്ടെങ്കിൽ തടുത്തോ.